ഞങ്ങളങ്ങനെ നെല്ലിയാമ്പതി വന്ന് അവിടുന്ന് ഒരു ജീപ്പും പിടിച്ച് 16 കിലോമീറ്റർ വൺ സൈഡ് ജീപ്പിൽ ഓഫ് റോഡൊക്കെ ട്രെക്ക് ചെയ്ത് മിസ്റ്റി വാലി ജംഗിൾ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നെല്ലിയാമ്പതി കാടിനെ വിറപ്പിച്ചിട്ടുള്ള ചില്ലിക്കൊമ്പനി നിറയെ മ്ലാവുകളും കാട്ടുപോത്തുകളൊക്കെ കണ്ടിട്ടുള്ള ഒരു കിടിലൻ യാത്ര. ലാലേട്ടൻ്റെ ഭ്രമരം മൂവി ലൊക്കേഷനാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് 3 വ്യൂ പോയിന്റുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്: മിന്നാമ്പാറ, മാട്ടുമല, കാരാച്ചിരി. അങ്ങനെ അല്പദൂരം പോയപ്പോഴാണ് നമ്മളെ നെല്ലിയാമ്പതി കാട്ടിലെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ വന്നു പെട്ടിട്ടുള്ളത്. ചില്ലിക്കൊമ്പൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ആനയെ ഇങ്ങനെ ഇത്ര അടുത്ത് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഈ ഒരു ചില്ലിക്കൊമ്പൻ്റെ വരവ്. ഞങ്ങളെ കണ്ടതും വണ്ടിയുടെ സൗണ്ടും ആളുകളുടെ പെരുമാറ്റമൊക്കെ കേട്ടപ്പോഴത്തേക്കും പുള്ളിക്കാരൻ തുമ്പിക്കൈയൊക്കെ ഒന്ന് വീശി വലിയ സൗണ്ടിൽ അലറി ഒന്ന് പേടിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. ചില്ലിക്കൊമ്പനെ സൈറ്റിംഗ് കിട്ടിയത് അറിഞ്ഞിട്ട് നമ്മുടെ മുന്നിലൊക്കെ പോയ ജീപ്പുകളൊക്കെ ബാക്ക് അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ചില്ലിക്കൊമ്പനെ കാണാനായിട്ട്. അങ്ങനെ നെല്ലിയാമ്പതിയിലെ മാസ്റ്റർ പീസിനെ കണ്ടുകൊണ്ട് നമ്മൾ കൊടും കാടിനുള്ളിലൂടെ ടൈഗർ വരെ സൈറ്റിംഗ് കിട്ടാനുള്ള ചാൻസ് ഉള്ള ഏരിയയാണിത്. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള മിസ്റ്റി വാലി ജംഗിൾ റിസോർട്ടിലേക്ക് നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയല്ല കേട്ടോ, അടിപൊളി വൈബാണ്. ഫോറസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു അസാധ്യ എക്സ്പീരിയൻസ് ആയിരിക്കും. ഹായ്, ആദ്യമായിട്ട് നെല്ലിയാമ്പതി കാണാൻ വേണ്ടി വന്ന ഒരാളാട്ടോ ഞാൻ. നെല്ലിയാമ്പതി ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നെല്ലിയാമ്പതിയിൽ നിന്നും 16 കിലോമീറ്റർ ഓഫ് റോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകളൊക്കെ കണ്ട് കൊടും കാടിനുള്ളിലൂടെ സഞ്ചരിച്ച് ആനയും കാട്ടുപോത്തൊക്കെ ഇറങ്ങുന്ന വന്യമൃഗങ്ങളൊക്കെ കണ്ടുകൊണ്ടൊരു പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ പണിതൊരു ഹെറിറ്റേജ് ബംഗ്ലാവ് മിസ്റ്റി വാലി റിസോർട്ടിൻ്റെ അണ്ടറിൽ വരുന്ന ഒരുപാട് കോട്ടേജുകളുണ്ട് ഇവിടെ. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും കപ്പിൾസൊക്കെ ആയിട്ട് വന്ന് കൊടുക്കാടിനുള്ളിൽ വന്യമൃഗങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഒരു നൈറ്റ് സഫാരിയൊക്കെ എടുത്ത് ഫുഡും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി. വൈൽഡ് ലൈഫും അനിമൽസും ഫോറസ്റ്റ് സ്റ്റേ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. കാണാൻ നമുക്കിന്ന് നെല്ലിയാമ്പതിയിലെ മിസ്റ്റി വാലി റിസോർട്ടിൻ്റെ അടിപൊളി കാഴ്ചകൾ. ഞങ്ങളങ്ങനെ മിസ്റ്റി വാലി ജംഗിൾ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ID കാണിക്കണം, പിന്നെ നമ്മൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ട് വേണം നമുക്ക് കോട്ടേജിലേക്ക് ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. ഇത് ഇവിടുത്തെ വൈറ്റ് ഹൗസും ഗ്രീൻ ഹൗസും എന്ന് പറയുന്ന കാറ്റഗറീസാണ് കേട്ടോ. അപ്പോൾ ജീപ്പുകളൊക്കെ ഇനി നമ്മൾ നാളെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോകുന്നവരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നൈറ്റ് സഫാരിയൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ എത്തിയ ഉടൻ തന്നെ നമുക്കൊരു അടിപൊളി സുലൈമാനിയും പിന്നെ നല്ല സ്നാക്സൊക്കെ ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവരുടെ ഒരു ഫ്രണ്ട് ഓഫീസ് ഏരിയയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ നല്ല ആവി പറക്കുന്ന ഒരു സുലൈമാനിയൊക്കെ കുടിച്ചു. കാട്ടിൻ്റെ ഉള്ളിൽ എന്തൊരു കാമാൻ കോയറ്റാന്നറിയോ, ഭയങ്കര ഒരു പീസ്ഫുൾ ലൊക്കേഷൻ, ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കോട്ടേജിലേക്ക് പോകുന്ന വഴിക്കൊരു കാട്ടുപോത്ത്, ഒന്നല്ല ഒരു 3-4 കാട്ടുപോത്തുകൾ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈവനിങ് അടുക്കുന്തോറും അനിമൽ സൈറ്റിങ് കൂടി വരുന്നുണ്ട്. ഇവിടെ ധാരാളമായിട്ട് കാണുന്നത് നമ്മുടെ രാജേഷ് ഭായ് പറഞ്ഞത് മ്ലാവുകളും കാട്ടുപോത്തും പിന്നെ എലിഫൻറ്റും പുള്ളിപ്പുലിനെയൊക്കെ കണ്ടിട്ടുണ്ട്. പലർക്കും സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. തോട്ടം തൊഴിലാളികളൊക്കെ ഇതിനകത്ത് കോട്ടേജുകളിൽ താമസിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ സൗണ്ടൊക്കെ കേട്ടപ്പോഴത്തേക്കും ബൈസൺ ഇത് മുന്നോട്ട് ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. പിന്നെ വീണ്ടും അവിടെ തന്നെ പുള്ളിക്കാരൻ നിലയുറപ്പിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വന്ന ഉടൻ തന്നെ ഇന്ന് മോശമല്ല, നമുക്ക് നല്ല സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ ബ്രൂക്ക് വ്യൂ എന്ന് പറയുന്ന ഒരു കോട്ടേജാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരാൾക്ക് 2250 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത് കേട്ടോ. അതിനകത്ത് നമുക്കൊരു വെൽക്കം ഡ്രിങ്കും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ നമ്മൾ താമസിക്കുന്ന ബ്രൂക്ക് വ്യൂ എന്ന് പറയുന്ന കോട്ടേജാണ് കേട്ടോ കാണുന്നത്. ഇത് ലോങ് വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. 3 റൂംസാണ് ഈ ബ്രൂക്ക് വ്യൂവിലുള്ളത്. അതിനകത്ത് തൊട്ട് 2 റൂമിൽ ഇന്ന് ഫാമിലീസ് ഉണ്ട്. നെന്മാറയുള്ള 1-2 ഫാമിലീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കോട്ടേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കോട്ടേജിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ കാട്ടുപോത്തുകളെ കണ്ടത് കേട്ടോ, ബൈസനെ കണ്ടത്. അപ്പോൾ എന്തായാലും കിഡിലൻ സൈറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് ഫുൾ ടൈം നാളെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോകുന്ന ഒരു ടൈം വരെ നമ്മളെ ജീപ്പും രാജേഷ് ഭായ് നമ്മുടെ ഡ്രൈവർ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നൈറ്റിൽ സഫാരി പോകുന്ന വണ്ടികളാട്ടോ. നൈറ്റ് സഫാരി ഇവർ കോംപ്ലിമെൻ്ററി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, പാക്കേജിൽ ഇൻക്ലൂഡിംഗ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ടോർച്ച് അടിച്ചപ്പോൾ കണ്ടോ നമ്മുടെ കോട്ടേജിൻ്റെ ഒരു സൈഡിൽ ജസ്റ്റ് അടുത്താട്ടോ, ഒരു 50 മീറ്റർ അടുത്താണ് ഇവിടെ ഒരു 6-7 കാട്ടുപോത്തുകളുണ്ട്. ഇവർ ലൈറ്റ് അടിക്കുമ്പം കണ്ടോ, അവരെ കണ്ണിങ്ങനെ വെട്ടി തിളങ്ങുന്നുണ്ടോ ലൈറ്റത്ത്. 2-3 പേര് കൂട്ടത്തോടു കൂടി നിൽക്കുന്നുണ്ട്. നമ്മുടെ ടോർച്ചിൻ്റെ വെട്ടം കണ്ടപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോകുന്നുണ്ട്. കാട്ടുപോത്തുകൾ ഇവിടെ കണ്ടമാനുണ്ട്. നമ്മുടെ കോട്ടേജിൻ്റെ ബാക്കിലും സൈഡിലും മുന്നിലൊക്കെ ആയിട്ട് ധാരാളം ബൈസനെ നമുക്ക് കാണാൻ പറ്റി. ഇനി നമുക്ക് നൈറ്റ് സഫാരിയിലും ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കണ്ടമാനം അനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടുമെന്നാണ് നമ്മുടെ രാജേഷ് പറഞ്ഞത്. അപ്പോൾ കണ്ടില്ല, ജീപ്പ് അവിടുന്ന് ലൈറ്റ് ഇട്ട് വരുന്നുണ്ട് കേട്ടോ. നൈറ്റ് ആയപ്പോഴത്തേക്കും മറ്റുള്ള കോട്ടേജുകളിലുള്ള ഗസ്റ്റുകളൊക്കെ നൈറ്റ് സഫാരി പോകുന്നുണ്ട്. നമുക്ക് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ക്യാൻറ്റീനിലാണ്. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ പോകാനുണ്ട്.
കണ്ടില്ലേ, തൊട്ടപ്പുറത്ത് കോട്ടേജിലൊക്കെ സ്റ്റേ ചെയ്യുന്ന ഗസ്റ്റുകളാണ്. അവരെ കൊണ്ട് സഫാരി പോവുകയാണ്. സഫാരി പോകുമ്പോൾ അവർ കാട്ടുപോത്തിൻ്റെ സൈഡിൽ കണ്ടപ്പോൾ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്താണ് കേട്ടോ. ഇതുപോലെ കോട്ടേജിനരികിൽ കണ്ടമാനമാണ് കേട്ടോ ഇന്ത്യൻ ഗവർ എന്നറിയപ്പെടുന്ന ബൈസൺ കാട്ടുപോത്തുകൾ ധാരാളം ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ നൈറ്റ് സഫാരി കഴിഞ്ഞ് തിരിച്ച് കോട്ടേജിലേക്ക് പോവുകയാണ്. കരടി ബംഗ്ലാവ്, ഹെറിറ്റേജ്, ഡോർമെട്രി, ബ്രോക്ക് വ്യൂ, വൈറ്റ് ഹൗസ്, ഗ്രീൻ ഹൗസ്, അങ്ങനെ വിവിധ കാറ്റഗറി കോട്ടേജുകളാണ് കേട്ടോ മിസ്റ്റി ഗ്രീൻ ജംഗിൾ റിസോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങോട്ട് നോക്കുകയാണോ ലൈറ്റിൻ്റെ വെട്ടത്തിൽ 3 കാട്ടുപോത്തിട്ടോ നമ്മുടെ കോട്ടേജിൻ്റെ വളരെ അടുത്താണ് അല്ലേ. ഇവിടെ ഒരു 3 അല്ല 4 ഉണ്ട് അല്ലേ. കണ്ടില്ലേ, നമ്മൾ നൈറ്റ് സഫാരി പോകാൻ വേണ്ടി ജീപ്പ് വെയിറ്റ് ചെയ്യായിരുന്നു. ഡ്രൈവർ നമ്മളെ തൊട്ടടുത്ത കോട്ടേജിലാണ് കേട്ടോ അവർ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നൈറ്റ് സഫാരി പോകുന്നതിന് മുൻപായിട്ട് തന്നെ കണ്ടമാനം സൈറ്റിംഗ് ആണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. കണ്ടല്ലോ, ഇവരിവിടുന്ന് അനങ്ങുന്നില്ല കേട്ടോ, അവിടെ തന്നെ അങ്ങ് നില ഉറപ്പിച്ചിരിക്കുകയാണ്. കണ്ടോ, വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല കേട്ടോ, ശല്യമോ ഡിസ്റ്റർബൻസോ ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മൾ ടോർച്ച് അടിക്കുമ്പോൾ വെട്ടത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. കണ്ണൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ട് കാട്ടുപോത്തിൻ്റെ. കണ്ടോ, ആ കാലും അവരുടെ തലഭാഗവും കണ്ണും നമുക്ക് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു രസമല്ലേ നമ്മുടെ കോട്ടേജിന് മുന്നിൽ ഇങ്ങനെ കാട്ടുപോത്തുകളൊക്കെ ആയിട്ട്. നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ മറ്റുള്ള അനിമൽസൊക്കെ ഉണ്ടായിരിക്കാം. നമ്മളിപ്പം കാണുന്നത് കാട്ടുപോത്തിനെയാണ്. അപ്പോൾ നമ്മളിത് സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സഫാരി പോകാനായിട്ട് നമ്മളെ ഡ്രൈവർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി സഫാരിയിലും ഭാഗ്യമുണ്ടെങ്കിൽ കണ്ടമാനം അനിമൽസൊക്കെ കിട്ടും. അപ്പോൾ നല്ല വ്യൂ ആണ് ഇപ്പോൾ കേട്ടോ. ഭയങ്കര ആ ഒരു ചീകീടിൻ്റെ കരകര എന്നുള്ള സൗണ്ടും ഒക്കെ ആയിട്ട് ഫുൾ ഇരുട്ടാണ്, കൂരാകൂരി ഇരുട്ടാണ്. അപ്പോൾ ഈ ഒരു ഇരുട്ടത്ത് നമ്മൾ ടോർച്ച് അടിച്ച് ടോർച്ചിൻ്റെ ലൈറ്റത്തും വെട്ടത്തും മാത്രമേ നമുക്ക് അനിമൽസ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ രാത്രി ആയിക്കഴിഞ്ഞാൽ കോട്ടേജിൻ്റെ പുറത്തോട്ടൊന്നും ഇറങ്ങരുത്, വെളിയിലൊന്നും ഇറങ്ങാൻ പാടില്ല. നമുക്ക് സഫാരി പോകണമെങ്കിലും ഫുഡ് കഴിക്കാൻ പോകണമെങ്കിലും ജീപ്പ് ഡ്രൈവറെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ വന്ന് ഇവിടുന്ന് പിക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു സൈഡിലോട്ടാണ് ഫസ്റ്റ് സഫാരി പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. നമുക്ക് രാത്രി സഫാരി എന്തായാലും അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് ഫ്രണ്ടിലായിട്ട് ഇത് നമ്മുടെ സഫാരി ജീപ്പിൻ്റെ മുന്നിലായിട്ട് മ്ലാവുകളാണ് കേട്ടോ. 3-4 മ്ലാവുകളുണ്ട്. നമ്മുടെ ടോർച്ചിൻ്റെ വെട്ടം കണ്ടപ്പോഴത്തേക്കും തലപൊക്കി നോക്കുന്നുണ്ട്. വണ്ടീൻ്റെ സൗണ്ടും ലൈറ്റിംഗ് ഒക്കെ കൂടി കണ്ടപ്പോഴത്തേക്കും 1-2 പേര് ഉള്ളു വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉള്ളിലോട്ട് പോയി ഗതാവരണം വരുന്നു, നടന്നു വരുന്നു. ഇവർ ഉള്ളിലോട്ട് പോയി. വീണ്ടും കേട്ടോ കാട്ടുപോത്ത് ഉണ്ടോ താഴോട്ട് വെട്ടം കാണുമ്പം അങ്ങുള്ളിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പരിസരത്തായിട്ട് കുറേ തോട്ടം എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന കുറേ തൊഴിലാളികളൊക്കെ താമസിക്കുന്നുണ്ട്. അവരെ കോട്ടേജുകളൊക്കെ കാണാം. പണ്ട് ഇവിടെ ട്രൈബൽസൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അവരൊക്കെ സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് മാറിപ്പോയി എന്നാണ് പറഞ്ഞത്. ഇതെവിടെ വീണ്ടും മ്ലാവ് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടില്ലേ ആ സെയിം മ്ലാവുകൾ തന്നെയാണ്. വളരെ റയറായിട്ട് ഇവരെങ്ങനെ കിട്ടാറുള്ളൂ സൈറ്റിങ്. അപ്പോൾ മ്ലാവുകൾ നമ്മൾ ഒരുപാട് കണ്ടു. ഇത് വീണ്ടും ഈ ഭാഗത്ത് കാട്ടുപോത്തുകൾ നിൽക്കുന്നുണ്ട്. കണ്ടോ ഇത് മ്ലാവുകളാണ്. മ്ലാവുകൾ ഭയങ്കര സൈസാണ് കേട്ടോ. സാധാ മാനുകളെ പോലെയല്ല, ഇവരുമാർ ഭയങ്കര സൈസാണ്. ഇതെവിടെ ഒരു കാട്ടുപോത്ത്. ഇത് റോഡ് അരികിലാണ് നിൽക്കുന്നത് കേട്ടോ. റോഡ് അരികിൽ കുറച്ച് മുകളിലായിട്ട് അനങ്ങാതെ നിൽക്കുന്നുണ്ട്. കണ്ടോ, നമ്മൾ കയ്യിൽ വെട്ടമൊന്നും ഇല്ലാണ്ട് ഇങ്ങോട്ടൊക്കെ നടന്നു വരാൻ പാടില്ല. നമ്മളങ്ങനെ നൈറ്റ് സഫാരി കഴിഞ്ഞ് തിരിച്ചു കേട്ടോ. ഇനി ക്യാൻറ്റീനിലോട്ട് പോവുകയാണ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. ഡിന്നർ അവിടെ റെഡിയാണ്. നമുക്കൊരു വെൽക്കം ഡ്രിങ്കും അതുപോലെ തന്നെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും നൈറ്റ് സഫാരി നമ്മുടെ പാക്കേജിൽ കോംപ്ലിമെൻ്ററി ആണ്. ഈ കാണുന്നത് കരടി ബംഗ്ലാവാണ് കേട്ടോ. ഈ കരടി ബംഗ്ലാവിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. കരടി ഇറങ്ങുന്നതെന്ന് തോന്നുന്നു ഈ സൈറ്റിൽ. കണ്ടാൽ തന്നെ പേടിയാവും കേട്ടോ. ഒരു പ്രേതാലയം പോലെ ഉണ്ട്. ഇവിടെ ഗസ്റ്റ് ഉണ്ട്, ഇന്ന് ഫുൾ ഗസ്റ്റുകളുണ്ട്. കണ്ടേ വഴിയിൽ സഫാരി കഴിഞ്ഞ് വരുന്ന വണ്ടികളാണ്. മറ്റുള്ള കോട്ടേജുകളിലൊക്കെ ഗസ്റ്റുകളെ കൊണ്ട് സഫാരി കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ചിട്ട് വരുവാണ്. എൻ്റെ അമ്മോ, ഇത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നില്ല. കൂരി ഇരുട്ട് ഒരു വൈറ്റ് കളറിലൊരു ഹെറിറ്റേജ് ബംഗ്ലാവാട്ടോ. അത് ഇവിടുത്തെ ഡോർമെറ്ററിയാണ്. ഇപ്പോൾ അത് റിനോവേഷൻ്റെ ഭാഗമായിട്ട് ക്ലോസ്ഡ് ആണ്, ഗസ്റ്റുകൾ എടുക്കുന്നില്ല. അപ്പോൾ ഇത് ഒരു മൂവി ലൊക്കേഷനാണ്. സൈമൺ ഡാനിൽ എന്ന് പറയുന്ന ഒരു പ്രേത ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനായി കാണുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ ഫ്രണ്ട് സൈഡാണ്. നമ്മൾ ഡ്രൈവർ കൂടെ ഉള്ളത് കൊണ്ട് സേഫാണ്, പേടിയൊന്നുമില്ല. പുള്ളിക്കാരെ ഓരോന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പെടുത്തുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഹെറിറ്റേജ് ബംഗ്ലാവാണ്, ഡോർമെറ്ററിയാണ്. ഇവിടെ ഒരു ഗ്രൂപ്പ് ബാച്ചിലേഴ്സ് തമിഴ്നാട് നിന്ന് വന്നിട്ടുള്ളൊരു ഗ്രൂപ്പ് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സഫാരി കഴിഞ്ഞത് ഫുഡ് കഴിക്കാൻ വന്നാണ്. നെയ്ച്ചോറും ചിക്കൻ കറിയും 65ഉം സലാഡും നല്ല സുലൈമാനി ചൂടുവെള്ളം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് തിരിച്ച് കോട്ടേജിലേക്ക് വരുന്ന വഴിക്ക് വീണ്ടും ആ ബൈസൺ പോയിട്ടില്ല കേട്ടോ. കണ്ടേ നമ്മുടെ കോട്ടേജിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ ഇവർ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു രാത്രി ഫുൾ ടൈം ഇവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് തോന്നുന്നു. അവർക്ക് റെസ്റ്റ് ഒന്നും ഇല്ല തോന്നുന്നു കേട്ടോ. എനി ടൈം ഇങ്ങനെ
പുല്ലൊക്കെ കഴിച്ച് ഗുഡ് മോർണിംഗ്. അങ്ങനെ ഏർലി മോർണിംഗിൽ ഒരു 5:30 ആയപ്പോൾ ഞാൻ ഡോറൊക്കെ തുറന്ന് നോക്കിട്ടോ, ഫ്രണ്ടിൽ വല്ല അനിമൽസ് ഉണ്ടോയെന്ന് ഒന്നും കണ്ടില്ല. അങ്ങനെ നല്ല തണുപ്പായതുകൊണ്ട് വീണ്ടും ഡോർ അടിച്ച് ഞാൻ പോയി കിടന്നുറങ്ങി. ഇന്നലെ രാത്രി നല്ല ചാറ്റൽ മഴ പെയ്തു. മഴക്കാലത്ത് ഇവിടെ ഭയങ്കര രസമാണെന്നാണ് പറഞ്ഞു കേട്ടോ, പക്ഷെ അത്ര അനിമൽ സൈറ്റിങ് കിട്ടില്ല. രാവിലെ ഇതേ കുറച്ച് പേര് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വരുന്നുണ്ട്. നമ്മളൊരു മോർണിംഗ് വാക്കിങ്ങിന് ഇറങ്ങാൻ പോകാം കേട്ടോ. ഇവിടെ ചെറിയൊരു ട്രൈബൽസിൻ്റെ ടെമ്പിളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ചുമ്മാ അങ്ങനെ നടന്നു പോകാം കേട്ടോ. ഇവിടെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ശ്രദ്ധിക്കണം, കാടാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ട്രൈബൽസിൻ്റെ അമ്പലം കേട്ടോ. ഇവിടെ ഡെയിലി ഇവിടെ വന്ന് തിരി കൊളുത്തുന്നൊക്കെ ഉണ്ട്, വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ വന്നപ്പോൾ ഭയങ്കര രസമുണ്ട്. ഫ്രണ്ടിൽ ഇതൊരു തുളസിത്തറയൊക്കെ ഉണ്ട്, തുളസിച്ചെടി ഇതെവിടെ ഉണ്ട് കണ്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിൾ. പണ്ട് കാലത്ത് ഇവിടെ ട്രൈബൽസൊക്കെ ഈ കാട്ടിൽ താമസിച്ചിരുന്നു. അവരാണ് ഈ അമ്പലമൊക്കെ നടത്തിക്കൊണ്ട് പോയിരുന്നത്. ഇപ്പോൾ അവരൊക്കെ വേറെ വീടുകൾ വെച്ച് പറമ്പിക്കുളം ടൈഗർ റിസർവിലോട്ടൊക്കെ മാറിപ്പോയി, ആ ഭാഗത്തോട്ടൊക്കെ മാറിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ അമ്പലം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, കാട്ടിൻ്റെ ഉള്ളിൽ അമ്പലമുണ്ട്. പിന്നെ ഒരുപാട് എസ്റ്റേറ്റിലെ തൊഴിലാളികളൊക്കെ താമസിക്കുന്ന നിരവധി കോട്ടേജുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര രസമായിട്ടുള്ളൊരു ഫോറസ്റ്റാണ്. നമ്മൾ ഇന്നലെ രാത്രി വന്ന ആ കരടി ബംഗ്ലാവാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കരടി ബംഗ്ലാവിൽ താമസിക്കാം. ഇന്നലെ അവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര അടിപൊളിയാണ്. കണ്ട രാത്രിയിലൊക്കെ പേടിയാവും. ഈ കരടി ബംഗ്ലാവിൽ ഒരാൾക്ക് താമസിക്കാനായിട്ട് 2500 രൂപയാണ് കേട്ടോ പെർ പേഴ്സണ് ചാർജ് വരുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ ഫുഡും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡിങ് ആണ്, സഫാരി ഇൻക്ലൂഡിങ് ആട്ടോ. റെഡ് കളറിൽ പെയിൻ്റൊക്കെ ചെയ്തിട്ട് രാത്രിയിൽ കാണുമ്പോൾ സത്യം പറഞ്ഞത് പേടിയാവട്ടോ. ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു പോയി. ഇതിൻ്റെ ഫ്രണ്ടിൽ കരടിയൊക്കെ വരുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അതിന് കരടി ബംഗ്ലാവ് എന്ന് അറിയപ്പെടുന്നത്. അതിരാവിലെ നമ്മളൊരു വാക്കിങ്ങിന് ഇറങ്ങിയതാണ് കാട്ടിനുള്ളിൽ കൂടെ. ഭയങ്കര രസമാണ് കേട്ടോ. കിളികളുടെ ഇങ്ങനെ സൗണ്ടും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട്. നമ്മൾ ചുമ്മാ അങ്ങനെ നടന്നു പോവുകയാണ് ക്യാൻറ്റീനിലോട്ട്. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇനി. അപ്പോൾ അതിന് പോകുന്ന വഴിക്ക് നമ്മൾ ഇന്നലെ രാത്രി കണ്ട കരടി ബംഗ്ലാവിലാണ് അപ്പോൾ കുറച്ച് മുന്നേ കയറിയത്. ഇനി നമ്മളിത് ഇവിടെ ഇന്നലെ രാത്രി നമ്മൾ പേടിപ്പെടുത്തുന്ന ഒരു ഹെറിറ്റേജ് ബംഗ്ലാവ് കണ്ടില്ല, അതാണിത് കേട്ടോ. സൈമൺ ഡാനിയൽ മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ്. ഇത് കാണുമ്പോൾ തന്നെ പേടിയാവും. ഇതിപ്പം എന്തോ ക്ലോസ്ഡ് ആണ്, ഇവിടെ ചെറിയ റിനോവേഷൻ്റെ ഭാഗമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തായിട്ട് വേറൊരു ബംഗ്ലാവ് ഉണ്ട്, അത് ഡോർമെറ്ററിയാണ്. ഇത് ഇങ്ങേ സൈഡിൽ കേട്ടോ. ഇവിടെ രാവിലെ നല്ല മോർണിംഗ് സൺറൈസ് ഒക്കെ കാണാൻ പറ്റും. അടിപൊളി ഒരു സൈറ്റിംഗ് ആട്ടോ. എനിക്ക് ഈ ഒരു മിസ്റ്റി ഗ്രീൻ ഹിൽസിൻ്റെ കാറ്റഗറി വൈസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന ഒരു ഹെറിറ്റേജും തൊട്ടടുത്തുള്ള ഒരു ബംഗ്ലാവാണ്. കരടി ബംഗ്ലാവും നൈസാണ്. പിന്നെ നമ്മൾ താമസിക്കുന്ന ബ്രൂക്ക് വ്യൂ ഒക്കെ കിഡിലൻ നൈസ് വ്യൂ ആട്ടോ. ഉള്ളിലായതുകൊണ്ട് നമുക്ക് ധാരാളം അനിമൽസിനെ കാണാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ ഒരു വ്യൂ നോക്കിയാൽ എന്ത് ബ്യൂട്ടിയാണ് അല്ലേ. ഫ്രണ്ടിൽ നിറയെ പച്ചപ്പും നല്ല മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ. പിന്നെ അതിനിടയിൽ ആ ബേർഡ്സിൻ്റെ സൗണ്ടും കൂടെ കേൾക്കുമ്പോണ്ടല്ലോ ശരിക്കും നമ്മൾ അടിപൊളിയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരെന്തായാലും നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ബ്യൂട്ടി ആക്കിയിട്ട്. 1-2 മൂവികളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ശരിക്കൊരു പ്രേത ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ സ്പോട്ട് തന്നെ കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഹെറിറ്റേജൊക്കെ ഇങ്ങനെ ക്യാമറയിൽ പകർത്തിയെടുക്കുകയാണ്. നന്നായിട്ടുണ്ട് അല്ലേ, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു ഫോട്ടോ സീനറിയാണ് ഇവിടെ. ഭയങ്കര ഒരു റിലാക്സേഷനാണ്. തൊട്ടടുത്ത ഹെറിറ്റേജിൽ തന്നെ നമുക്ക് സൺറൈസും ഒക്കെ കാണാം കേട്ടോ. ഭയങ്കര കാറ്റ് വീശുന്നുണ്ട്. അവിടെ ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. നമ്മളൊക്കെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ പൊള്ളാച്ചീൻ്റെ ഭാഗങ്ങളും നെല്ലിയാമ്പതിയും നെന്മാറയും പാലക്കാടിനെയൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ഫുള്ള് ഗസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ടില്ലേ, മോർണിംഗ് സൺറൈസാണ്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ വന്നില്ലെങ്കിൽ ഇത് മിസ്സിങ് ആവും. അപ്പോൾ നമുക്ക് നിങ്ങളിപ്പോൾ ഏത് കോട്ടേജസ് എടുത്താലും ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ മോർണിംഗ് വാക്കിങ്ങിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഇന്നലെ രാത്രിയിൽ ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു. കുറേ ബാച്ചിലേഴ്സ് ആയിരുന്നു. ഫ്രണ്ടിലൊരു ബൊഗൈൻ വില്ല പോലെ തന്നെ എന്ത് രസമല്ലേ കാണാനായിട്ട്, നിറയെ പൂക്കളൊക്കെ ആയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കാണുന്ന ഒരു ഹെറിറ്റേജ് ബംഗ്ലോസ് അടിപൊളിയാണ്, നൈസല്ലേ. നിറയെ പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട്. അതിനകത്ത് ഫുള്ള് ഗസ്റ്റും ഉണ്ട്. അവരൊക്കെ ഇന്നലെ ഒരുപാട് ലേറ്റായിട്ടാണ് കിടന്നിരുന്നത്. ചെയറൊക്കെ ഇട്ട് വെച്ചിട്ട് ഇന്നലെ ഇവിടെ പാട്ടും ക്യാമ്പ് ഫയറും മ്യൂസിക്കും ഒക്കെ ആയിരുന്നു. അടിപൊളിയാണല്ലേ.
മിസ്റ്റി വാലി റിസോർട്ടിൻ്റെ കുറച്ച് പാക്കേജിനെ കുറിച്ചിട്ടൊന്ന് പറയാം കേട്ടോ. ഇവിടുത്തെ ഹെറിറ്റേജ് ബംഗ്ലാവ് ആണെങ്കിൽ പെർ പേഴ്സണ് 3000 രൂപയാണ്. ഗ്രീൻ ഹൗസ് ആണെങ്കിൽ 2750 രൂപ. റെഡ് ഹൗസ്, വൈറ്റ് ഹൗസ്, കരടി ബംഗ്ലാവ് ആണെങ്കിൽ ഒരാൾക്ക് 2500 രൂപ കേട്ടോ ചാർജ് വരുന്നത്. നമ്മളെടുത്തിരിക്കുന്ന ബ്രൂക്ക് വ്യൂ ആണ്. ബ്രൂക്ക് വ്യൂ ഒരാൾക്ക് 2250 രൂപ കേട്ടോ. അതിനകത്ത് ഈവനിങ്ങിൽ ഒരു ടീ സ്നാക്സും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നൈറ്റ് സഫാരിയും ഇൻക്ലൂഡിംഗ് ആണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ള രാജേഷ് ഭായിൻ്റെ ജീപ്പ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഒരാൾക്ക് 3000 രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രൈസ് ഡീറ്റെയിൽസ്. ഇനി കൂടുതൽ വിവരങ്ങൾ ഇവിടെ ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ ഇവരുടെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ വിളിച്ച് ഞാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഡയറക്റ്റ് ഓഫ്ലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അവർ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ചാർജബിൾ ആട്ടോ, പകുതി എമൗണ്ട് ചാർജ് ചെയ്യും. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ചെക്ക് ഇൻ ടൈം വരുന്നത് ഉച്ചയ്ക്ക് 1:30 മണിക്കാണ്. ചെക്കൗട്ട് ടൈം വരുന്നത് രാവിലെ 11 മണിക്കാണ്. അപ്പം ഏകദേശം ഇപ്പോൾ രാവിലെ ഒരു 8:30-9 മണി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് ഫ്രഷപ്പ് ആവുന്നു. അങ്ങനെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ BSNL മാത്രം റേഞ്ച് ഇല്ല കേട്ടോ. ചെറിയ രീതിയിൽ ജിയോ, ഐഡിയ, എയർടെൽ ഒന്നും റേഞ്ച് കിട്ടില്ല. നമുക്ക് ക്യാൻറ്റീൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വൈഫൈ ഉണ്ട്. വൈഫൈയിൽ നമുക്ക് വേണമെങ്കിൽ നാട്ടിലോട്ടൊക്കെ കോൾ ചെയ്യാനോ ജസ്റ്റ് വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യാം. ക്യാൻറ്റീനിൽ നിന്ന് അവിടുന്ന് കോട്ടേജിലോട്ട് വന്നു കഴിഞ്ഞാൽ എവിടെയും റേഞ്ച് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഓഫ് റോഡ് വരുമ്പോഴൊന്നും നമുക്ക് റേഞ്ച് ഇല്ല കേട്ടോ. ജിയോ, എയർടെൽ, ഐഡിയ ഒന്നും തന്നെ ഈ കാട്ടിനകത്ത് റേഞ്ച് കിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ കോട്ടേജിന് അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഞങ്ങൾക്ക് നെല്ലിയാമ്പതിയിൽ വന്നപ്പോൾ കിട്ടിയിട്ടുള്ള ഒരാളാണ് കേട്ടോ. രാജേഷ് ഏട്ടൻ ഇവിടുത്തെ ജീപ്പ് ഡ്രൈവർ ആണ് അല്ലേ? എത്ര വർഷമായി? ഞാൻ ഇവിടെ 8 പഠിക്കുമ്പോൾ തുടങ്ങിയതാ വണ്ടി ഓടിക്കാനൊക്കെ. ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഇവിടെ ഈ അല്ലേ? അതെ അതെ, ഇവിടെ ഓടിച്ചാൽ തുടങ്ങിയത്. ഇവിടെ തന്നെ ജനിച്ചു വളർന്നത്, നെല്ലിയാമ്പയിൽ തന്നെ ജനിച്ചു വളർന്നത്. അതെ അതെ. മിസ്റ്റ് വാലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നെല്ലിയാമ്പയിൽ നിന്ന് 16 കിലോമീറ്റർ വരണം ജീപ്പിന് വരണം. നമ്മൾ ഇവിടെ നെല്ലിയാമ്പയിൽ നിന്ന് 90 ജീപ്പ് എടുത്തിട്ടാണ് വരുന്നത്. പ്രൈവറ്റ് വണ്ടികൾ കയറ്റി വിടുന്നില്ല, അലൗഡ് അല്ല. നെല്ലിയാമ്പതി വരെ നമ്മളെ വണ്ടികൾ വരുള്ളൂ. അവിടെ വന്ന് സേഫായി നമ്മുടെ കാറോ ട്രാവലറോ കാറൊക്കെ സേഫായി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് മിസ്റ്റ് വാലിയുടെ. പാർക്ക് ചെയ്ത് നമ്മൾ ജീപ്പിലാണ് വരുന്നത്. അതായത് നമ്മൾ 7 പേർക്ക് ജീപ്പിന് അലൗഡ് ആണ്. പിന്നെ പോകുന്ന വഴിക്ക് ഓഫ് റോഡ് തുടങ്ങുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട് ഫോറസ്റ്റിന്റെ. നമ്മൾ ടൈഗർസിൽ വരിക അതിന് അകത്ത് കിടക്കുന്നല്ലേ. അപ്പോൾ അവിടെ ഇൻഷുറൻസ് എടുക്കണം ഫോറസ്റ്റിന്റെ. അവിടെ വണ്ടിക്ക് 100, ഒരാൾക്ക് 80 രൂപ വെച്ച് നമ്മൾ ടിക്കറ്റ് എടുക്കണം. നമ്മളത് അപ്പൊ മൊത്തം ഒരാളുടെ ചാർജ് അടക്കം 180 രൂപ അവിടെ അടക്കണം. അതെ അതെ അതെ, അത് അടച്ചിനെ നമ്മളെ ഇങ്ങോട്ട് കടത്തി വിടുള്ളൂ. പിന്നെ ഏതൊക്കെ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ വരുന്ന വഴിക്ക് അതിമനോഹരമായി നല്ല 3 വ്യൂ പോയിന്റ് ഉണ്ട്. മിന്നാൻ പറഞ്ഞതാണ് ഫസ്റ്റ് സൈറ്റിന്റെ പേര്. നമ്മുടെ പാലക്കാട് ഏരിയ എല്ലാം കാണുന്നതാണ്. രണ്ടാമത്തെ സൈറ്റ് ഭ്രമരം ഷൂട്ട് ചെയ്ത നമ്മുടെ മോഹൻലാലിന്റെ ഭ്രമരം മൂവി ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ ലൊക്കേഷൻ ആണ് കേട്ടോ. ഭയങ്കര രസമാണ്. കാറ്റൊക്കെ ഉണ്ടല്ലോ, നല്ല കാറ്റാണ്. ഏത് ഉച്ച സമയത്ത് തന്നെ നമുക്ക് കാറ്റുണ്ടാവും, നമുക്ക് ബോറടിക്കില്ല. അതെ, വന്നവർ തന്നെ തിരിച്ചു വീണ്ടും വരുന്നുണ്ട്. രണ്ടാം സൈറ്റിന് പേര് മാട്ടുമല എന്നാണ്. ഈ ഭ്രമരം ഷൂട്ട് ചെയ്തുകൊണ്ട് ഭ്രമരം ബീ പോരുന്ന അങ്ങനെ പേര് വന്നു. പിന്നെ മൂന്നാമത്തെ സൈറ്റ് ഉണ്ട് കാരാശ്ശേരി. കാരാശ്ശേരി അവിടെ ട്രൈബൽസിന്റെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ആ വരുന്ന വഴി തിക്കൻസ് ഫോറസ്റ്റ് ആണ്. ബൈ ചാൻസ് നമുക്ക് കാട്ടുപോത്ത്, ആന ഇതെല്ലാം വരുന്ന വഴിക്ക് തന്നെ കാണാം. തീർച്ചയായിട്ടും. അതെ അതെ, കൊമ്പൻ, ചില്ലിക്കൊമ്പൻ. ഈ അടുത്ത കാലത്ത് കുറച്ച് ട്രെൻഡിങ് ആയ. അതെ അതെ, ചില്ലിക്കൊമ്പനും. അതെ, ഞങ്ങൾ ഈ ചെറുതായിട്ടൊക്കെ ഒന്ന് പേടിപ്പിച്ചു. അതെ അതെ, നിലവിളിയൊക്കെ ഉണ്ടായിരുന്നു. തുമ്പിക്കൈയൊക്കെ ഒന്ന് വീശി ഒന്ന് ആളെയൊക്കെ ഒന്ന് പേടിപ്പിച്ചു. പിന്നെ കാട്ടുപോത്തുകൾ വരുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാം. കാട്ടുപോത്തുകൾ വരുന്ന വഴിക്ക് ധാരാളം കാട്ടുപോത്തുകൾ. പിന്നെ നമ്മുടെ ഇവിടെ നൈറ്റ് സഫാരി ഉണ്ടല്ലോ. വന്നത് നമ്മൾ കാട്ടുപോത്തും മ്ലാവും ഒരുപാട്. ഇത് പണ്ട് ബ്രിട്ടീഷുകാർ പണിത ബംഗ്ലാവാണ്. അതല്ല, ഇത് ഡോർമെട്രി പറയും. അത് ഹെറിറ്റേജ് ബംഗ്ലാവ് എന്ന് പറയും. ഇവിടെ 1-2 സിനിമ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൃഥ്വിരാജിന്റെ തമിഴ് പടം കുംകി 2, പിന്നെ മലയാളത്തിലെ സൈമൺ ഡാനിയൻ. ഈ പടമൊക്കെ സൈമൺ ഡാനിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രേത ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ ആണ് നിൽക്കുന്നത്. അതെ അതെ, ഹെറിറ്റേജ് ബംഗ്ലാവ് ഒക്കെ ബ്രിട്ടീഷ് ശ്മശാനൊക്കെ ഉണ്ട്. ഇവിടെ ശരിക്കും പ്രോപ്പർട്ടി ശരിക്കും താമസിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70-80 പേർക്ക് മേലെ താമസിക്കാം. ഇവിടെ 80 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതും വിവിധ കാറ്റഗറിയിൽ. അത് വിവിധ കാറ്റഗറി കോട്ടേജുകൾ, ഡോർമെട്രി, ഹെറിറ്റേജുകൾ ഒക്കെ അവൈലബിൾ ആണ്. ഫാമിലി ആയിട്ടൊക്കെ ധാരാളം പേര് വരുന്നുണ്ട്. അതെ തീർച്ചയായും, ഫാമിലിക്ക് ഒക്കെ സേഫ് ആണ്. ചിലർ വിചാരിക്കും ഫാമിലി സേഫ് ആണെന്ന്. ഒന്നും ഒരു സംശയം വേണ്ട. ഫാമിലി ഏറ്റവും കൂടുതൽ വരുന്നത് തന്നെ ഇവിടെ സേഫ് ആണ്. ഞങ്ങളുടെ കോട്ടേജിലൊക്കെ ഫാമിലീസ് ഉണ്ടായിരുന്നു. അതിലാണ് ബ്രൂക്ക്. അതെ, അത് കുറച്ചും കൂടെ ഉള്ളിലോട്ടായിട്ടാണ്. ഒരാൾക്ക് 2250 രൂപ. ഫുഡാണ്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, നമ്മൾ വരുന്ന സമയത്ത് ഒരു ടീ സ്നാക്സ്, പിന്നെ മോർണിംഗിൽ നല്ലൊരു സുലൈമാനി ഉണ്ട്, നൈറ്റ് സഫാരി ഉണ്ട്. രാത്രിയിലത്തെ സഫാരിയിൽ ധാരാളം നമുക്ക് പിന്നെ മാനുകളെയും അതുപോലെ തന്നെ കാട്ടുപോത്തുകളൊക്കെ തൊട്ടരികിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളങ്ങനെ ചെക്കൗട്ട് ചെയ്തു കേട്ടോ. ഷാർപ്പ് ഒരു 10:30 മണിയായപ്പോഴത്തേക്കും നമ്മൾ ചെക്കൗട്ട് ചെയ്ത് നമ്മളങ്ങനെ തിരിച്ചിനി ആ 3 വ്യൂ പോയിന്റിൻ്റെ ആ ഭാഗത്തു കൂടെ തന്നെയാണ് ട്രാവൽ ചെയ്യുക. അപ്പോൾ അതായത് നമ്മളെവിടെ ട്രൈബൽസിൻ്റെ ടെമ്പിൾ കണ്ടില്ലായിരുന്നോ? ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ നമ്മുടെ ഡ്രൈവർക്ക് ഒരു ചെറിയ വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. നാളികേരൊക്കെ ഉടച്ച് പുള്ളിയുടെ രാവിലത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത് കേട്ടോ. അതെ, നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ വീണ്ടും രാവിലത്തെ
വ്യൂ പോയിന്റിലോട്ടുള്ള വണ്ടികളാണ് ഈ വരുന്നത്. ജീപ്പുകളൊക്കെ പതിവ് പോലെ തന്നെ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ചു പോകുമ്പോൾ നമുക്ക് ചില്ലിക്കൊമ്പനെ കാണാൻ പറ്റുമോ എന്ന് അറിയില്ല അല്ലേ, നോക്കാം, പറയാൻ പറ്റില്ല. ഇന്നലെ വന്ന വഴി തന്നെ ചില്ലിക്കൊമ്പൻ ചിലപ്പോൾ നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഇന്നലെ രാവിലെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന യാത്ര അതിഗംഭീരമായിരുന്നു. ചില്ലിക്കൊമ്പനെ കാണാൻ പറ്റി, ഭയങ്കര ഒരു സസ്പെൻസ് ആയി. അത് ജീപ്പുകളൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ വരുന്നുണ്ടോ, കണ്ടമാനം ജീപ്പുകൾ ഈ വ്യൂ പോയിന്റുകൾ കവർ ചെയ്യാനായിട്ട് പോകുന്ന ആളുകളാട്ടോ. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ, നെല്ലിയാമ്പതി എന്ന് പറയുമ്പോൾ ഈ മിസ്റ്റി വാലി ജംഗിൾ റിസോർട്ട് ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല കേട്ടോ. എന്തായാലും കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യുക നമ്മുടെ ഈ ഒരു റിസോർട്ടും ഈ പറയുന്ന വ്യൂ പോയിന്റുകളൊക്കെ. അതും ഈ ഓഫ് റോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ടും എനിക്ക് വർത്തായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇവിടുത്തെ ബുക്കിങ്ങിനായിട്ട് ഞാൻ ഇവരുടെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജീപ്പുകളൊക്കെ വേണ്ട ആളുകൾക്ക് രാജേഷ് ഭായിയുടെ നമ്പറും കൊടുക്കുന്നുണ്ട്. റിസോർട്ട് ബുക്ക് ചെയ്യാനായിട്ട് റിസോർട്ടിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുന്നുണ്ട്, താഴെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ ഈ ഒരു മിസ്റ്റി വാലി ഹിൽ റിസോർട്ടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുള്ള ആളുകൾ ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് ഇനിയും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള യാത്രകളൊക്കെ ആയിട്ട് ഇങ്ങനെ വീണ്ടും കാണാം കേട്ടോ.